ശരി. മിണ്ടായിരുന്നാ പോരായിരുന്നോ? അവ ഇവിടെ വന്ന് ഒരു പുള്ളി സോറി ഇവിടെ പറഞ്ഞു വന്ന് ഇപ്പൊ കറുത്ത കാർ ഇവിടെ വരും. സോറിയും പറയും കാലിലും പിടിക്കും, മനസ്സിലായില്ലേ? അച്ഛന്റെ 16 കഴിഞ്ഞാടാ. മരണ വീട്ടിൽ വരുമ്പോ വെള്ളം വെള്ളം ഇടുന്നേന്ന് നീയല്ലേ പറഞ്ഞേ? ഇതാണോടാ വെള്ളം നിന്റെ സ്റ്റെപ്പുള്ള കാര്യം എന്താ നമ്മളടുത്ത് പറയാഞ്ഞേ? ആ ഇപ്പൊ പോയത് മറ്റേ ആന്റി അല്ലേ, മറ്റേ നമ്മള് പരിചയപ്പെട്ട തള്ള. ഇത് അങ്ങനെ അടിച്ചോണ്ടിരുന്നപ്പോഴാണ് മുഖത്ത് പൊറോട്ട കറപ്പാക്കി തരാൻ പറ്റത്തില്ല. എടാ നീ ആക്കണോന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴിവുള്ളവരും കാണും കഴിവില്ലാത്തവരും കാണും, മനസ്സിലായില്ലേ? അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സിദ്ധിയല്ല, അതങ്ങനെയാണ്. അതല്ലേ വണ്ടി പോയി അവരാതി മിണ്ടായിരുന്നാ പോരായിരുന്നോ? നിങ്ങള് ഞാൻ ഒരക്ഷരം പിന്നിട്ടില്ല. അത് സംഭവം എന്ന് വെച്ചാലേ നമ്മള് ഇങ്ങനെ ഈഗോ കാണിക്കല്ലോ ഒന്ന്. അതെ ഈഗോ ആണ് ഡൗട്ട് ഒന്നുമില്ല, ഈഗോ തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം ശർമ്മ, പറയുന്ന പണി അങ്ങോട്ട് ചെയ്തു കൊടുത്തേര്, ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാം. അവ ഇവിടെ വന്ന് ഒരു സോറി പറഞ്ഞു ഇപ്പൊ കറുത്ത കാർ ഇവിടെ വരും. തങ്കൻ അങ്ങനെയാണ്, തങ്കന് ഈഗോ ഇല്ല, സോറിയും പറയും കാലിലും പിടിക്കും, മനസ്സിലായില്ലേ? തങ്കന് ഈഗോ ഇല്ല. ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. എടാ ഹലോ അപ്പുകൂടെ ടൈസ. ഇല്ല അത് പ്രശ്നമില്ല, പിന്നെ പറയാനുള്ള പറയട്ടെ. അവസാനം ഇപ്പൊ പരിപാടി എന്താന്ന് വെച്ചാ പെട്ടെന്ന് ആക്കിയായിരുന്നില്ലേ? എടേ ഞാനേ നീ പറയുമ്പോ പണിയെടുക്കാൻ ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ വന്ന് തങ്ങനെ വന്ന് എസർക്ക് ഒരു കാര്യം തക്കനെ കൊണ്ടുപോയിട്ടാ ഹലോ. എടാ ഇവളെന്തന്നെ വിളിക്കാത്തേ? എനിക്കറിയത്തില്ല, എന്തേലും കാണും. ഇങ്ങോട്ട് വാ വരുന്നെങ്കിൽ. എവിടാ ലൊക്കേഷൻ എവിടാ? 7035. ആ വരുന്നു. വണ്ടി എടാ നീ ആദ്യം ഈ പെയിന്റ് അണ്ടിന്നൊന്ന് മാറ്റി മാറ്റി. ഓ നിങ്ങളവിടെ ആ കളറാണല്ലേ? അല്ലടാ ഞാൻ അവന് വച്ചു കൊടുത്തതാ കളറാ. ഇതൊരാളുടെ വർണ്ണാനന്ദ ചെറുങ്ങനെ പോന്നെ എന്റെ അടുത്തോട്ട് ഞാൻ മാർക്ക് ചെയ്യാം. അതല്ലേ? എടാ 7152. എടേ ഞാൻ ഒരു കേട്ടേ തങ്ക, എനിക്ക് തോന്നുന്നു യവൻ നിന്നെ എവിടെയോ കൊണ്ട് എണ്ണയിട്ട് അടിക്കാൻ കൊടുക്കാൻ വിൽക്കാൻ വേണ്ടി വന്നതാണ്. ഡൗട്ട് ഒന്നുമില്ല. ഇല്ല അങ്ങനെ ഒരിക്കലും ആവത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സുഖ പരിപാടിക്ക് അവ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ, എന്നെ കൊണ്ടുപോകത്തില്ല, മനസ്സിലായില്ലേ? അങ്ങനെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഈ വെള്ള കളർ എങ്ങനെ വന്നതാണെന്ന്. അല്ല അത് എനിക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഇത്രയും വാ കീറിയിട്ടില്ലായിരുന്നു, മനസ്സിലായില്ലേ? സൈഡ് വാക്ക് ഏതോ കേവനോ കയറ്റിയതാണ്. സൈഡ് വാക്ക് സൈഡ് വാക്ക് കണ്ണാപ്പി. ആള് വന്നല്ലോ. താങ്ക് യൂടാ കൂട്ടാ നീ കേട്ടോ. സംഭവം എന്താ അറിയോ തങ്ക, ഇപ്പം ഈ എല്ലാം ഇന്റഗ്രേറ്റഡ് ആയതുകൊണ്ട് ഇത് തനിച്ച് മാറ്റാൻ പറ്റില്ല. ഇത് അവിടെ കൊണ്ടുപോയി തന്നെ മാറ്റണം. കൊണ്ടുപോയിട്ടേ മാറ്റാൻ ഒക്കത്തുള്ളൂ. അതെ ആ ജോബ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇതിന്റെ കാശ് അവന്റെ അടുത്ത് പറഞ്ഞാൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് വലിക്കണം. അവിടെ പോയത് പ്രശ്നമാണല്ലോടാ. വണ്ടി കേറി വാ തങ്കോ. കണ്ണാപ്പി എന്തോ വണ്ടി എടുത്തു ഞാനും വരുന്നത് വരെ ബോറടിക്കുന്നു. കണ്ണാപ്പി ഒരു ഡൗട്ട് കണ്ണാപ്പി. നിന്റെ വായുടെ കീറൽ ഇങ്ങനെ കൂടി വരുന്നു എന്ന് പറയുന്നത് അതെന്താണ് സംഭവം? അങ്ങനെ ഒരു സംഭവം ഇല്ല. നിന്റെ കൂടെ നടക്കണവനാണ് എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞത്. ജയിലിൽ നിന്ന് ഇറങ്ങുന്നവർ അത്രയും വീതി ഇല്ലായിരുന്നടാ, അതാ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? 70 ഒരുമിച്ചോ? ശരി 70 എണ്ണമൊക്കെ സാർക്ക്. സോറി തങ്ക, അത് സംഭവം എന്താണെന്നറിയോ? അത് ഇവന് കറക്റ്റ് കണക്ക് അങ്ങനെ അറിയാത്തോണ്ടല്ല, 70 അല്ല. അത് നിങ്ങള് ചാനലൊക്കെ തുടങ്ങിയോ ദൈവം? ഓ വാദ്യാർ ഗെയിമിംഗ് അതാണോ?
അല്ല ഞാനൊരു വൈദ്യർ കാര്യം വൈദ്യർ പറയട്ടെ സ്പെല്ലിങ് പഠിക്കണം വൈദ്യർ വൈദ്യർ അല്ല, വാദ്യറല്ല അപ്പം വൈദ്യർ. ഈ ഡിസ്കോഡ് കിട്ടുന്ന തെറിയൊന്നും പോരാഞ്ഞിട്ടാണോ ഇനിയിപ്പം ഇതിലോട്ട് കയറിയത്. അല്ലല്ല ഞാനൊരു ഓഫീസ് പറയാടെ സാർക്ക്. ചില നാറികളുണ്ട് കേട്ടോ, ചാവാൻ കിടക്കുമ്പോ വിളിച്ചാ ഫോൺ എടുക്കൂല. അവന്റെ കഞ്ഞില് പാറ്റ വീഴുന്നുള്ളപ്പോ വരും. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പലവിധം പലതരത്തിലാ. എടാ പിന്നെ വേറൊരു കേസ്, ആദ്യം ഇംഗ്ലീഷ് പഠിക്കണം. അത് വാദ്യറല്ല വൈദ്യറാണ്, വൈദ്യർ ഗെയിമിംഗ് പേര് പറ്റും. നമ്മളറിയില്ലല്ലോ. വാദ്യാർ എന്ന് പറഞ്ഞാൽ അത് വേറൊരാളുണ്ടേ തമിഴില്. ഇല്ലടാ ഞാൻ വൈദ്യർ പാവം. അതെ, നീ ഇവിടെ കിടന്ന് കറങ്ങുന്ന ഇത് സ്ഥലം എവിടാണ് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. ബാക്കിലോട്ടോ കാണുന്നില്ലല്ലേ? ഇവിടെ അല്ല, ബാക്കിലോട്ട് ഇവിടാന്ന് എനിക്കല്ലേ അറിയുന്നേ. ഹലോ ലോറ അവിടെ. ഞാൻ പോട്ടെ ഏ? ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ സീനാവും. ഞാൻ വേണമെങ്കിലേ അപ്പച്ചന്റെ ഹെൽട്ടൺ ആയിട്ട് വരട്ടെ. അപ്പച്ചന്റെ ഹെൽട്ടൺ ആയിട്ട് വരട്ടെ. ഹലോ ഹലോ ഹലോ. ഹലോ പേരെന്താ? അച്ഛന്റെ അതാരാ? കണ്ണാപ്പി ഓ എന്തോ ഒന്ന് ഗേറ്റിന്റെ അപ്പുറത്തോട്ട് ആരാ വന്നേ. ഹീറോയിക്കിനെ? ഈ തടി അച്ഛൻ്റെ പുറത്തോട്ട് വന്നേ. ഓ ഹലോ പറഞ്ഞോ. നീ തല്ലായിരുന്നാ? ആ ആണ്. താങ്ക് യു ബ്രദർ, താങ്ക് യു. എന്ത് പറ്റി? അപ്പൊ നീ വിട്ടതല്ലേ? ഇവിടെ കുറച്ചു നേരം നടന്ന് അർമാദിക്കുന്നുണ്ടായിരുന്നു നിന്റെ പേരും പറഞ്ഞു. അപ്പൊ ശരി, എന്തായാലും താങ്ക് യു. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അല്ല അവിടെ പിള്ളാര്. ഹലോ ലോറ. തങ്ക ഇതാണ് എന്റെ ലോറ. എനിക്ക് ചുവന്ന വണ്ടിയാ, ചുവന്ന വണ്ടി. അല്ല, ഇതെന്റെ ഫ്രണ്ട് ലോറ. ഹലോ, ഇത് ഓട്ടോസ്പേസ് ഇവിടെ ഞങ്ങള് ഒരു ഭാഗമായിട്ട് കണ്ണോന്ന് വന്നേ. കണ്ണം വന്നു. ലോറ എന്താ ലോറ എന്നെ വിളിക്കോ? ലോറ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കോ ലോറനെ? ഞാൻ വിളിച്ചപ്പോ നീ ബിസിയാന്ന് പറഞ്ഞ് കട്ട് ചെയ്തില്ലേ? കണ്ണാവൻ അവൻ വഴക്കുണ്ടാക്കൂ. ആര്? ഞാൻ പറഞ്ഞേ, അങ്ങോട്ടോ എന്റെ 15 വർഷത്തെ ജയിൽ എക്സ്പീരിയൻസ് അറിയാം. ഇതുപോലെ വീട്ടിൽ കയറ്റം കൊള്ളാന്ന് എന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല. അവൻ അത്ര വിശ്വാസം ലോറ എനിക്ക്. ഓ ലോറയുടെ അച്ഛന്റെ 16 അതിന്റെ ആഘോഷത്തിന് എല്ലാരും ഇന്ന് കൂടിയത്. ഓ ഞാൻ മനസ്സിലായി. കുഴി 16 എവിടാ? വാ തൊണ്ടാപ്പാ. ഇത് അല്ല വർഷമായി മരിച്ചിട്ട്. അത് നമുക്ക് ആ കുഴിയുടെ അവിടെ ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ ടൈം എടുക്കും. മരിച്ച അച്ഛൻ അതിന് എങ്ങനെ തിരിച്ചു വരാൻ? അപ്പൊ മരിച്ചത് നിങ്ങളുടെ അച്ഛൻ. പുള്ളിക്ക് കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അപ്പൊ നിങ്ങളുടെ അച്ഛൻ കുർബാന കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അച്ഛന്റെ 16 കഴിഞ്ഞാടാ. അച്ഛന്റെ 16 അല്ല, പിന്നെ അച്ഛൻ മരിച്ചിട്ട് 16 വർഷമാകും. അതിന്റെ ആഘോഷമല്ലടാ ഇത്. ഓരോ കുപ്പി എടുത്ത് ഇങ്ങനെ ഒരു മരണ വീട്ടിൽ വരുമ്പോ വെള്ളം വല്ലി ഇടണമല്ലോ. അല്ല 16 ഉള്ളത് മരണമല്ലേ? അതല്ലേ മനസ്സിലായി. വീട്ടിലോട്ടിരിക്കും. അകത്തോട്ടിരുന്നു. പരിചയപ്പെടുത്തണ്ടേ തങ്ക? തങ്ക മരിച്ചു കിടക്കുന്നത് ലോറയുടെ ഫ്രണ്ട് ഇക്രു. ഇത് ഇക്രുവിന്റെ ഗേൾഫ്രണ്ട് അഭിരാമി. ഇത് ലോറയുടെ ചേച്ചി ഹന്ന. ചേച്ചി ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് സേവിയർ. അപ്പം എന്താടി നീ എന്തിനു കണ്ടവരൊക്കെ വിളിച്ച് ഒരുമാതിരി നല്ല പരിപാടിക്ക് കൊണ്ടുവന്നെ? അതെന്റെ കുടുംബമാ. അതല്ലെന്ന് ആ മൊട്ട. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വിളിച്ചല്ല. അയ്യോ തങ്കൻ എന്റെ കൂടെ വന്നാ ഉണ്ടാക്കല്ലേ? എന്റെ കുടുംബത്തിൽ തന്നെ ഇറക്കി വിടും കേട്ടോ. ഇല്ല ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ ഏറ്റ്
അങ്ങനെ ഒരു നിമിഷം ഒന്ന് ഞാൻ പറയട്ടെ ലോറ എന്റെ 15 വർഷത്തെ ജയിൽ എക്സ്പീരിയൻസ് പറയുവാണ്. അവന് വീട്ടിൽ കയറ്റി ഇതുപോലെ നല്ലൊരു പയ്യൻ വേറെ ഇല്ല. എന്നാ നിങ്ങൾ അകത്തോട്ടിരിക്കും നല്ല വേദനയും കൊണ്ട് ഞാൻ ഒറ്റ മിനിറ്റ്. ഇത് അഴീക്കലി ബോട്ടിൽ പോയിട്ട് വരുവാണോ വലവീശാൻ? മരണ വീട്ടിൽ വരുമ്പോ വെള്ളം വെള്ളം ഇടുന്നേന്ന് നീയല്ലേ പറഞ്ഞേ? ഇതാണോടാ വെള്ളം വെള്ളം നിന്റെ? ഇതെന്ത് ഇത് വെള്ളയല്ലേ? ഡ്രസ് കൊള്ളാ കേട്ടോ. എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ടല്ലോ. കൊള്ളാം കൊള്ളാം. നീ എങ്ങോട്ടാടാ നോക്കുന്നേ? അല്ല ഡ്രസ് കൊള്ളാന്നാ. അങ്ങനെ ആ അകത്തോട്ടിരി അകത്തോട്ടിരി അതാ വരുന്നത്. തങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റുള്ളൂ. ഓ എന്തൊക്കെയുണ്ട് നിങ്ങൾ ആരുടെ വണ്ടിക്കാ വന്നേ? എന്റെ അംബാസിഡർ അകത്തോട്ടിരിക്കും അകത്തോട്ടിരിക്കും. അകത്തോട്ട് കയറുമ്പോ കത്താൻ നോക്കണേ. ഇത് കേറാൻ ഡോറില്ലല്ലോ. ആ അത് ശരിയല്ലോ. കണ്ണു വെച്ച് നോക്ക്, കണ്ണു വെച്ച് നോക്കണം. ഓ ടെക്നോളജി ഒറ്റപ്പാ. തങ്ക എന്തോ തങ്ക തങ്കോ തങ്ക ആ ഞാൻ റൂമൊക്കെ ഒന്ന് കണ്ട് എങ്ങനെ ഉണ്ടെന്നോ. ഇത് ഹാളല്ലേ? ഇത് ഹാളായിരുന്നല്ലേ? ബെഡ്റൂമിലിട്ടോ. അല്ല 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 വീടൊക്കെ കാണിക്കാന്ന് പറഞ്ഞില്ലേ? അത് വീട് കാണിക്കാന്ന് പറഞ്ഞാൽ അത് അന്നേരം ഉത്തരവാദിത്തല്ലേ? അവര് ബെഡ്റൂം പോയിട്ട് ഞങ്ങള് ബെഡ്റൂം വരെ ഒന്ന് പോയിട്ടോ. ഇതാണോ നീ പറഞ്ഞ മറ്റേ മണിയൻ? ആ മണിയൻ അല്ല മണിയല്ല, ബോബോയ് എന്നാ പേര്. സ്നേഹമുള്ളവര് മണിയൻ എന്ന് വിളിക്കും. പേടിയുള്ളൊരു മാഫിയ ബോബോ എന്ന് വിളിക്കും. ഇത് നമ്മുടെ ഒരു റൂമാ. നമ്മുടെ ഒരു റൂമോ? അല്ല ഒരു റൂമാണ്. ഓക്കെ ഇവിടെ എങ്ങനെയാണ് ഇത്? നല്ല രസമുണ്ട്. ഇത് ആരൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്? ഇതൊന്നും നടക്കില്ല. പിന്നെ ആരും ഉണ്ടാവില്ല. ലോറ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും? അപ്പം നമുക്ക് അപ്പുറത്തെ റൂമാ കൊടുത്തേ. അപ്പം മാറിപ്പോകും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ലോറ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു കേട്ടോ, പ്രശ്നമാണ്. ഇവനൊക്കെ എവിടെന്ന് കിട്ടി? കൾച്ചർ ഇല്ലാത്ത ജയിലിൽ നിന്ന് ഓരോരുത്തന്മാരെ വിളിച്ചോണ്ട് വരും. അത് മാസ് ബീജം കിട്ടിയായിരുന്നു. ആരാ? ഞാൻ കയറി പോടില്ലെന്നോ? ഇതല്ലേ അച്ഛന്റെ റൂം? ആ അല്ല എന്താടാ ഇതൊന്നും മോഞ്ചു. ഇന്ന് അടിയാണ്. ഇന്ന് കുടുംബാലായത്. കുടുംബാലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ ഒന്ന് ആലോചിച്ചേ. നീ കൊള്ളാലോടി. 70-35 കൊള്ളല്ലേടാ? ലോറയുടെ ആരെങ്കിലും ആയിരിക്കണേ? അച്ഛന്റെ ചിഹ്നയാ. രണ്ടാം നമ്പർ. ആ ഉണ്ട്. ലോറ പറഞ്ഞില്ല. ചോദിച്ചോക്ക് ചായ കിട്ടുമോ ആന്റി കുടിക്കാൻ? ജ്യൂസ് ഉണ്ടായിരുന്നല്ലോ. ജ്യൂസ് എനിക്ക് പറ്റത്തില്ല. ചായ ആക്ച്വലി എനിക്ക് ചായയുടെ അറിഞ്ഞൂടാ. ഞാൻ എല്ലാം സ്വിഗ്ഗിയോ ചെയ്യുന്നത്. ആണല്ലേ? ഈ കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ടാ പാപ്പം. ചായ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ട. ആർക്കും പെണ്ണ്? അവളുടെ ചായ പോലും വലിഞ്ഞു കേറുന്നു കേട്ടോ. ഹലോ എടി, നിനക്ക് സ്റ്റെപ്പമുള്ള കാര്യം എന്താ നമ്മടുത്ത് പറയാഞ്ഞേ? എന്താണ് സ്റ്റെപ്പമുള്ള കാര്യം എന്താ നമ്മടുത്ത് പറയാഞ്ഞേ? നീ സ്റ്റെപ്പാനെന്താടി നമ്മളോട് പറയാഞ്ഞേ? അത് നിങ്ങൾ എന്റെ കുടുംബത്തെ പറ്റി ചോദിച്ചിട്ടുണ്ടാ? പിന്നെ നിനക്ക് കുടുംബം, നിന്റെ കുടുംബം ഉണ്ടെന്ന് തന്നെ ഇന്നലെ അറിഞ്ഞേ. ലോ ക്ലാസ് കുടുംബം വന്നപ്പോഴേ കണ്ട ട്രീറ്റിങ്. ഒരു ജ്യൂസ് പോലും തന്നില്ല അകത്ത് കയറിയിട്ട്. അതെ, അകത്ത് കയറാൻ വേണ്ടി എടാ ആൾക്കാര് വരുന്നേ ഉള്ളൂ കാറ്ററിംഗിന്റെ. നീയൊക്കെ അതിന് മുന്നേ വന്ന് ഞാൻ എന്തോ കാണിക്കും? വീട്ടിൽ ഒരു പച്ചവെള്ളം പോലും തരാനുള്ള മര്യാദയില്ലേ? നിങ്ങളുടെ അകത്തിരിക്കാല്ലേ പറഞ്ഞ ഈ മുട്ട എതിരി ചാടി വരുന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ പോയത് മറ്റേ ആന്റി അല്ലേ? മറ്റേ നമ്മള് പരിചയപ്പെട്ട തള്ള. അവര് കുടുംബത്തിലുണ്ടോ? ഇല്ല കുടുംബത്തിലില്ല. ഇല്ല അത് എന്റെ നന്ദുകുട്ടന്റെ ഫ്രണ്ടാ. നന്ദുകുട്ടന്റെ ഫ്രണ്ടാ? ചാടിയാടാ അന്ന്. ഇത് ബ്ലാക്ക് ആരാ? ബോബോയ് എവിടെ ഉണ്ടായിരുന്നോ?
ബോബോ ഇവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ വേറെ ആരെയിലാണോ നിക്കുന്നത്? തങ്ങനെ പോവാൻ തന്നെയാണ്. എന്നെ വിളിച്ചില്ല. ചെറിയൊരു സ്പാർക്ക് ഉണ്ടാക്കി ഈ കുടുംബത്തിന് കുറച്ച് ഇനി മീറ്റിംഗ് വെക്കും. ഈ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാക്കി തമ്മിൽ. ആ ഷിബു അളിയാ പറ. ബോബോ പോയി. ബോബോ പെണ്ണിന്റെ കൂടെ പോയി. ബോബോയെ എന്ന് വിളിച്ചേ. ബോബോയേ ബോബോടെ. ബോബോയേ ബോബോയേ പറ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ടോ. ഇപ്പൊ വരാടാ അളിയാ. തങ്കോ തങ്കോ ബോബോയും തങ്കോ ഇങ്ങോ എന്തൊക്കെയാ? എടാ പറ, പറ. ഇതൊന്നേ ബോബോയ്ക്ക് വന്നേ. എന്താടാ? അളിയാ കണ്ണാവി നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര നല്ലൊരു പരിപാടി നടക്കുമ്പോ ഇടാൻ പറ്റിയ ഡ്രസ്സാണത്. ഇവനാരെ ഈ മുട്ട? മുട്ട എന്താ ചെയ്തേ? അവനെ ആന്റിന്ന് വിളിച്ചു. പിന്നെ അവനെ ഇതിന്റെ- തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ശരിയല്ലേ? മറ്റേ എന്റെ ഫ്രണ്ട് മറ്റേ ബെസ്റ്റ് ഫ്രണ്ട് ആ ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ല ഞാൻ കള്ളത്തരം മൊത്തത്തിൽ ഞാൻ അടിച്ചു പൊട്ടിക്കും. ധൈര്യം തൊട്ട് നോക്ക്. അല്ലേലും ലോറ ഒരു കാര്യം പറയട്ടെ. അല്ലല്ല എനിക്ക് അന്നേരം മനസ്സിലായി മറ്റേ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ കൂടെ വന്നില്ലേ. ഇവന് ഈ കുടുംബശ്രീ ഈ അയൽക്കൂട്ടം വിട്ട് വേറെ പണിയൊന്നും ഇല്ലടി. നല്ല പയ്യനല്ലേ ലോറ നല്ല പയ്യനല്ലേ ലോറ. ലോറ ഒരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പറ ആ പറയ്. വെറുതെ ഈ മറ്റേ ഈ ഇങ്ങനത്തെ ഡ്രസ് ഒന്നും ഇട്ട് ആള് കൂടുമ്പോ നിക്കാൻ പറ്റൂല. ലോറ പറ്റത്തില്ല ലോറ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാ അച്ഛന്റെ ആൾക്കാര് ചടങ്ങാണ്. വേറെ രീതിയിലൊക്കെ നോക്കും. ഇതെന്ത് ഡ്രസ്സാണ് ലോറ ഇത്? അതെ ഇപ്പൊ എനിക്ക് പിന്നെ എന്തൊക്കെയൊക്കെ തോന്നുന്നു. അല്ല ഇതിലിപ്പോ എന്താണ്? അല്ല അങ്ങനല്ല, അത് അങ്ങനെ തോന്നുന്നു പറഞ്ഞാ. ലോറ നോക്കിയേ ലോറ, എന്റെ ഷർട്ടിന്റെ പാതി പോലും ഇല്ല ഡ്രസ്. എന്നെ പോലെ ഒരു ഡ്രസ്സിംഗ് സെൻസ് വേണം. മീ മാർക്കറ്റിൽ പോകുന്ന ലുക്കിൽ വന്നിട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ആള് കറക്റ്റ് മീൻകാരനാണ് നീ. സത്യം നീ ആണെങ്കിൽ സൈഡിലിരുന്ന് ചൂണ്ടിട്ടോ. അല്ലേ കുഴപ്പമൊന്നുമില്ലടാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ. എന്തൊക്കെയാന്ന് പറഞ്ഞാല് ലോറ ഈ ഡ്രസ് ഇടാൻ പറ്റില്ല. എനിക്ക് പ്രശ്നമില്ല. ആൾക്കാര് കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ കണ്ണാപ്പി സമയം ഒരുപാടായി. അപ്പൊ അച്ഛൻ ഇല്ലത് എന്നെ ചത്ത അച്ഛനെ മോളി ഇല്ലെന്ന് വരെ നോക്കിയിരിക്കുമല്ലോ. പിന്നെ നോക്കിയിരിക്കല്ലേ ലോറ. ഞാൻ ഒരു കാര്യം പറയാം നീയൊക്കെ സ്വന്തം ചത്താല് സമാധാനം കൊടുക്കൂല്ലടി. ലോറ, ഞാൻ പറയുന്ന സാധനം തന്നില്ലാത്തവനെ പറ. കണ്ണാപ്പിനെയാണല്ലോ. അല്ലല്ല ഞാനല്ല, എന്നെ അല്ല, ഞാൻ നിന്നെ ലോറ. അച്ഛൻ ഏതാ പള്ളിയിലച്ഛൻ ഏതാ തിരിച്ചറിയാൻ പറ്റത്തില്ല. ലോറ ആ ഞാൻ പറയുന്നത് ഒന്ന് പൂരിപ്പിക്കണേ. പറ. ആ ലോറ, ഞാൻ ഇപ്പൊ പറയുന്നതിന്റെ ബാക്കി ലോറ പൂരിപ്പിക്കണേ. ഐ ലവ് ഇൻസ്റ്റ. ഐ ലവ് ഇൻസ്റ്റ. അതിന്റെ ബാക്കി പൂരിപ്പിക്കേ. ഐ ലവ് ഇൻസ്റ്റ പൂരിപ്പിക്കേ. ഐ ലവ് ഇൻസ്റ്റഗ്രാം. ഐ ലവ് സ്നാപ്പ്. ഐ ലവ് സ്നാപ്ചാറ്റ്. ഐ ലവ് ടിക്ടോക്ക്. ഐ ലവ് ടിക്. ഐ ലവ് ടിക്ടോക്ക്. ഐ ലവ് യു. ഡയലോഗ് ആയിട്ട് വന്നേക്കുക. ഐ ലവ് യൂട്യൂബ്. ചമ്മിയില്ലേ കണ്ണ. അതാ പോവാനെങ്ങോട്ടാ? അച്ഛൻ ഇവിടെ അല്ലേ അടക്കിയേക്കുന്നേ? അല്ല പള്ളിയില്. ഞങ്ങൾ എന്നാ പള്ളിയിലോട്ട് പോകുക കേട്ടോ. ഞങ്ങളോ? പള്ളിയില് പ്രാർത്ഥനയുണ്ട്. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരു പ്രാർത്ഥന, പിന്നെ ഒരു കുടുംബയോഗം പോലെ എല്ലാവരും. എനിക്ക് പള്ളി പ്രാർത്ഥിക്കണം ഭയങ്കര ആഗ്രഹം. അതിന്റെ പള്ളിയിൽ പോയി പറഞ്ഞ പള്ളിയിൽ എവിടെ? പള്ളിയിൽ പ്രാർത്ഥന. പിന്നെ ലോറ പറയാൻ മുട്ടക്ക് എന്താ പ്രശ്നം? എല്ലാരും മുട്ടയിൽ തന്നെ വിരിഞ്ഞിങ്ങോട്ട് വന്നത്. അല്ല അത് കോഴിയില്ലേ? അല്ല ലോറ, ഇവൻ ചെറിയൊരു അച്ഛനാണ്, പള്ളിയിൽ അച്ഛനും കൂടെ ആണ് ഇവൻ ആള്. ഞാൻ ചെറുതായിട്ട് വെഞ്ചരിക്കും. അച്ഛൻ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് മരിച്ചത് ഇവളുടെ അച്ഛൻ. വികാരിയച്ഛൻ പള്ളിയിലുണ്ട്. കുഴപ്പമില്ല, അത് മനസ്സിലാവും. വികാരിയച്ഛൻ്റെ തന്റെ അല്ലട മൊട്ടെ. പ്രശ്നമായത് കണ്ണാ. നമ്മളാണ് മുമ്പില്. നമുക്കാർക്കും തന്തയില്ല. രണ്ടെണ്ണം ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്.
ലൈഫിൽ ആദ്യമായിട്ടാണ് രണ്ട് ബോബോയെ നിനക്ക് തങ്ങിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടോടാ? ഞാൻ എനിക്ക് ഇഷ്ടമില്ല, ഞാൻ തല്ലും വെക്കും കൈ വെക്കും. എനിക്ക് രണ്ട് തന്ത്രമൊന്നും ഇല്ല. എടാ ബോബോ പറഞ്ഞ ഇന്നേ ആരെ ആരാ? കൈ വെച്ചാ കണ്ടിട്ടില്ല. തങ്ക ഇനി വാ. എന്ന് വെക്കുവേ. അയ്യൊക്കെ ആ ചുക്കാമണി വലിച്ച് ഞാൻ പുറത്തിറക്കും, മനസ്സിലായോ? എന്ത് അതുണ്ടെങ്കി എന്താടാ ഏ എന്താടാ? നിനക്ക് കുറച്ചു കാലം മുമ്പുള്ള എന്നെ അറിഞ്ഞൂടാ, മനസ്സിലായോ? ഓ, ഞാൻ വരുമോ leave എന്റെ കൂടെ? ആ വാ. നിന്റെ കൂടെ ആ, വരുമെന്ന്. ഒറ്റ പോരാ. ഇപ്പൊ വരാം. ഇതെന്തിനാ നീ വരുന്നത് ബോബോയ്? കണ്ണാപ്പി ആ. നമ്മള് ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസ് ആണ് പോണേ. നിങ്ങക്ക് അവിടെ പോയ ബോറടിക്കും. കുഴപ്പമില്ല. വാ. അല്ല കണ്ണാപ്പി, എടാ എന്താ ഇത് കണ്ണ് ശരിയല്ല കണ്ണാപ്പി. വന്നേ, ചോറങ്ങി വന്നേ. ഞാൻ ഈ പുല്ലിൻ അല്ല അവൻ പോയിട്ട് വന്നോളാം, പൊക്കോ. ആ പറഞ്ഞോ. കണ്ണാപ്പി വരണോ? വരാം. ഉം. ദാ,